രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCC നേതൃത്വത്തിന് ലഭിച്ച പരാതി DGPക്ക് കൈമാറി. ഇന്ന് ഉച്ചയോടെയാണ് KPCC നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും പീഡനത്തിനിരയായ പെൺകുട്ടി പരാതി നൽകിയത്. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരിയാണ് ഇന്ന് പരാതിയുമായി രംഗത്തെത്തിയത്. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ പോലീസുമുണ്ട്. വിവരങ്ങൾ രജീഷ് നരിക്കുനി നൽകും. രജീഷ്, MLA കാണാതായിട്ട് 6 ദിവസമായി ഇപ്പോൾ വ്യാപകമായ അന്വേഷണവും പരാതികളൊക്കെ നടക്കുകയാണ്. അതിലിതാ വീണ്ടും MLA കൂടുതൽ കുരുക്കിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പരാതികളും കേസുകളും തന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പോഴിതാ KPCC നേതൃത്വത്തിന് ലഭിച്ച പരാതി DGPക്കും കൈമാറിയിരിക്കുകയാണ്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പരാതി നൽകിയതും, അതും സംസ്ഥാനത്തിന് പുറത്തുനിന്ന്. ഇനി എന്തൊക്കെയായിരിക്കും കൂടുതൽ നടപടികളും പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വാർത്തകളും? അക്ഷയ, കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ മറ്റൊരു പരാതി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. മറ്റൊരു പീഡന പരാതി ഉയർന്നു വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 23 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കേരളത്തിന് പുറത്താണ് താമസിക്കുന്നത്. സോണിയാഗാന്ധിക്കും കൂടാതെ KPCC പ്രസിഡന്റിനും ഈ പരാതി അയച്ചിട്ടുണ്ട്. ഈ പരാതി ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയെ KPCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പരാതി ലഭിച്ചിരുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ KPCCയുടെ നിലപാട്. പക്ഷേ അതേസമയം തന്നെ നേരിട്ട് ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ പരാതി ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ബലാത്സംഗ പരാതിയാണ് നൽകിയിരിക്കുന്നത്. വെക്കേഷൻ നാട്ടിലേക്ക് വന്നപ്പോൾ ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ തന്നെ സുഹൃത്തിന്റെ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി പറയുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ഡ്രൈവറായി ഉണ്ടായിരുന്നത് ഫെനി നൈനാൻ എന്ന ആളാണ് കൂടെ ഉണ്ടായിരുന്നതെന്നും ഈ പരാതിയിൽ പറയുന്നു. ഫെനി നൈനാൻ ഇപ്പോൾ അടൂർ നഗരസഭയിൽ മത്സരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയും അന്ന് ഒപ്പമുണ്ടായിരുന്നെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ മൃഗീയമായി തന്നെ പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പരാതി ഒന്ന് KPCCക്കും മറ്റൊന്ന് സോണിയാഗാന്ധിക്കുമാണ് അയച്ചിരിക്കുന്നത്. അതിൽ ആദ്യ നടപടി എന്ന പോലെ ആ പരാതി ഇപ്പോൾ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പോലീസാണ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്നാലും ശക്തമായ നടപടിയിലേക്ക് ഒരുപക്ഷെ KPCC നേതൃത്വം കടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തുടരെ രണ്ടാമത്തെ ആളാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ യാതൊരു സംഭാഷണമില്ലാതെ ഫലമായൊക്കെ യുവതികളെ പീഡിപ്പിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് നിരവധി അക്രമം ഉള്ള അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഒരു വിമർശനങ്ങളും ആരോപണങ്ങളും എന്ന് തന്നെയായിരുന്നു നേതൃത്വം ഇതുവരെയും കണ്ടിരുന്നത്. ഇപ്പോൾ അതും കൂടുതൽ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.